ഇവിടെ കിട്ടുന്നതിന്റെ വലിയൊരു ഭാഗ്യം അല്ലേ? പുരുഷൻ മുസ്ലിം ആവുമ്പം വേറെ കുറെ കാര്യങ്ങൾ ആൾക്ക് ആരുമില്ല. അച്ഛന്റെ അച്ഛനും വലിയൊരു ട്വിസ്റ്റ് ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഭയങ്കര വീട്ടിൽ വേറെ ആരെയും കാണാനില്ലല്ലോ, ഉമ്മയുടെ വാപ്പയുടെ അങ്ങനെയൊക്കെ കുറെ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലവ് സ്റ്റോറിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ കുറച്ചു പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് പറയുമോ ചോദിച്ചിട്ട്. അതായത് നിങ്ങളുടെ ലവ് മാരേജ് ആണോ, നിങ്ങളുടെ ലവ് സ്റ്റോറി പറയുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമ്മുടെ ഫാമിലിനെ കുറിച്ചിട്ടൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ട് വീട്ടില്, പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വീട്ടിൽ വേറെ ആരെയും കാണാനില്ലല്ലോ, ഉമ്മയുടെ വാപ്പയുടെ അങ്ങനെയൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ഇറക്കണത് കേട്ടോ. അപ്പോ ഞങ്ങളുടെ എന്തായാലും ലവ് മാരേജ് ആണ് കേട്ടോ, അല്ലെ? നമ്മുടെ ലവ് മാരേജ് ആണ്. നമ്മള് +1 +2 പഠിക്കുന്ന സമയത്താണ് സ്നേഹിച്ചത് കേട്ടോ. അതിന് മുമ്പ് ഞങ്ങള് കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങള് മാത്രല്ല നമ്മള് 5ാം പഠിച്ചിട്ടുണ്ട്, നമുക്കറിയില്ല. 5ാം ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കറിയില്ലല്ലോ. പിന്നെ 6ലും 7ലും പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയൂ കേട്ടോ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ ലാസ്റ്റ് ഒന്നാമതൊന്നും ഞങ്ങൾക്ക്. അതെ അതെ, എന്താണ് ഒരു ഞങ്ങളുടെ ഒരു പൊറ്റ ഞങ്ങളുടെ അടുത്ത് നേർച്ചയുണ്ട്. അപ്പൊ നേർച്ചയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല അവിടെ 10ലൊക്കെ പഠിക്കുമ്പോ? ഞാൻ 10ൽ പഠിക്കുമ്പോ ആദ്യമായിട്ട് പൊറ്റ നേർച്ചയ്ക്ക് വരുന്ന കൂട്ടുകാരന്റെ വീട്ടിൽ അന്ന് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് കണ്ടു മാത്രമല്ല വേറൊന്നും അറിയില്ല. എനിക്ക് ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട് ഇങ്ങനെ ഒരു മുഖം അന്ന് കണ്ടത് കേട്ടോ. അപ്പൊ എനിക്ക് പിന്നെ നമുക്കൊന്നും അറിയില്ല, ഞാൻ ഏതൊക്കെ എന്നെ നോക്കല് അങ്ങനത്തെ ഒരു മൈൻഡില് ഞാനത് വിട്ടത് കേട്ടോ. പിന്നെ ഞാൻ +1 പോയി ചേർന്നപ്പോഴാണ് ഇയാളെ കാണുന്നത് കേട്ടോ. അങ്ങനെ കൊറേ +1 ഫസ്റ്റിന് നിങ്ങൾ എന്റെ അടുത്ത് ഇഷ്ടാ പറഞ്ഞു അല്ലെ? +1 ലാസ്റ്റ് ഇല്ല, ഫസ്റ്റ് പറഞ്ഞേ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞു വേറൊരു എന്റെ അടുത്ത് പറയാൻ മടിയായിരുന്നു. എന്റെ അടുത്ത് പറയാൻ ഭയങ്കര മടി. എന്നെ കണ്ടങ്ങ് എപ്പോഴും നോക്കട്ടെ, എനിക്ക് ഇഷ്ടേ അല്ലായിരുന്നു കേട്ടോ. ഇത് ഏത് ചക്ക ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഒരു മൈൻഡാ. കാരണം ഇതിനൊക്കെ ഉപരി ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊരു വലിയൊരു ട്വിസ്റ്റ് ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാല്ലേ. എന്താ, ഞങ്ങള് 2 ജാതിയിലുള്ള ആൾക്കാരാണ്. ചിലർക്കൊക്കെ അറിയായിരിക്കും. ആളൊരു ഹിന്ദു ജാതിയിൽപ്പെട്ട ആളാണ്, ഞാനൊരു മുസ്ലിമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങള് ഉണ്ടായിട്ടുണ്ട്. അപ്പം പറയുകയാണെങ്കിൽ ഏറ്റവും തുറക്കട്ട പ്രശ്നം കോളേജിൽ തുടങ്ങി നമ്മളെ കോളേജ് സാർ പിടിച്ചതും. അതെ, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാന് ഈ കാസ്റ്റിന്റെ കാര്യം ഫസ്റ്റ് ഞാൻ പറയണം വിചാരിച്ചു, പെട്ടെന്ന് വിട്ടുപോയി. അപ്പൊ ഞങ്ങൾ 2 ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ഇനി ഫാമിലിക്കൊക്കെ വരുമ്പോ കുറേ പറയാൻ കിട്ടും. അപ്പൊ ആദ്യം ഞങ്ങൾ +1 ഇഷ്ടാന്ന് പറഞ്ഞത് ഞാൻ പറയാം. നമുക്കൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇഷ്ടാ പറഞ്ഞപ്പോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എന്നറിയില്ല, എന്റെ കഷ്ടകാലം കൊണ്ടായിരിക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യോ, എനിക്ക് എന്റെ അടുത്ത് പറയാൻ ഇഷ്ടമാണെന്ന് പറയാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ വേറൊരു കൂട്ടുകാരന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് ഇഷ്ടാന്ന് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അവൻ പറഞ്ഞപ്പോ നീ എന്ത് പറഞ്ഞു? മുഖത്തേക്ക് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാന്. കാരണം ഞാൻ ഒരു ഒഴിവാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് സംഭവം. പക്ഷെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ആ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു അവനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത് പറയട്ടെ, നീയാണോ പറയേണ്ടി ചോദിച്ചു അല്ലെ? അപ്പൊ അത് അവൻ പോയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അപ്പൊ തന്നെ എന്റെ അടുത്ത് ഒരു ബെഞ്ചിൽ ഒരു ബെഞ്ചിന്റെ അറ്റത്ത് ഞാനിരുന്നു. ഈ ആണുങ്ങളുടെ സൈഡിലുള്ള ബെഞ്ചിന്റെ ഈ അറ്റത്ത് നിങ്ങൾ ഇരുന്നു. എന്നിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോ എന്താ പറയണ്ടത്, നേരിട്ട് പറയാനൊരു അവൻ പറയില്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ. ഞാൻ ഒന്നും മിണ്ടില്ലല്ലോ, ഇഷ്ടം പറഞ്ഞില്ല, ഒന്നും പറയില്ല അല്ലെ? പിന്നെ പറയാണ്ട് പോയി. അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പിന്നെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ നോക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പോണ സ്ഥലത്തേക്കൊക്കെ വരും. നമ്മൾ എവിടെ പോയാലും അവിടെ നമ്മൾ കാണാൻ വേണ്ടിട്ട് വന്ന് നിൽക്കും, അങ്ങനെയൊക്കെ. പിന്നെ നമ്മള് ഇവിടെ കണ്ടാല് പെട്ടെന്ന് നോക്കുമ്പോ അവിടെ ഉണ്ടാവും. അതായത് ഞാൻ അതിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നത് അറിയോ? അതിനെ ഒരു ചെക്കൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പോണ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പൊ ഇവിടെ കണ്ട ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവിടെയും വന്നിട്ടുണ്ടാവും. കാരണം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരില്ലേ. അപ്പൊ നമുക്ക് എന്ത് തോന്നും, നമ്മൾ അത്രക്ക് ഇഷ്ടാണ്, അങ്ങനെയൊക്കെ തോന്നും. ഇഷ്ടാണല്ലോ, ഇഷ്ടാണ്, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ നമുക്ക് പറഞ്ഞ ഈ ഒരു പ്രണയം പറഞ്ഞൊരു സംഭവം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ വേറൊരു ജാതിയിൽപ്പെട്ട ആളിനെ സ്നേഹിക്കില്ലല്ലോ. നമുക്ക് സ്നേഹം കൊണ്ടായിരിക്കണം. അതിന്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ പറഞ്ഞാൽ ഒരുപാട്. അതൊക്കെ പറയാൻ നിന്നാ
ഒരു ദിവസം മൊത്തം ഇരുന്ന് പറയേണ്ടി വരില്ലേ? അത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞത് +2 അല്ലെ? +2 നമ്മുടെ +2 +1 ഫസ്റ്റ് +1 എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മാർക്ക് കുറഞ്ഞതിന് വീണ്ടും ഒരു എക്സാം എഴുതും അല്ലെ? നമ്മള് വീണ്ടും ഒരു എക്സാം മാർക്ക് കുറഞ്ഞ സബ്ജക്ട് അതില് ഒരു ബസ്സിൽ വെച്ചിട്ടാ പറഞ്ഞല്ലേ? ഞങ്ങള് വീട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഒരു ഉച്ച സമയത്ത് ഞാൻ എന്റെ വീട്ടിക്ക് പോകാൻ വേണ്ടിട്ടുള്ള ബസ്സിൽ കയറി നിൽക്കുന്നു. ആളുടെ വീട്ടിക്ക് പോകാൻ വേണ്ടിയുള്ള ബസ്. അപ്പൊ ബസ് അടുത്തടുത്ത. ഏറ്റവും വലിയ കാര്യം അറിയോ, ഞാൻ ഇവിടെ 2 എക്സാമില് 2 കോളേജിലാണ്. മായനൂരും ഞാൻ പാമ്പാടി. അതായത് ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണ് +1 +2 പഠിച്ചത് കേട്ടോ. പ്രൈവറ്റ് ആയതുകൊണ്ട് നമ്മൾ എക്സാം എഴുതാൻ വേണ്ടിട്ട് വേറെ സ്കൂളിലേക്ക് പോകണം. ഞങ്ങൾക്ക് സെന്റർ എങ്ങനെയാണ് എന്താ വെച്ചാൽ സാറുമാർക്കൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഒരുമിച്ചാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് വേറെ 10 പേര് മാത്രം മാനു സ്കൂളിൽ, ബാക്കി ഞങ്ങളുടെ ക്ലാസ് മൊത്തം പാമ്പാടി സ്കൂളിൽ. ആ 10 പേരില് ഇവിടെ ഉൾപ്പെട്ടു. കാണാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിലൊക്കെ ടീച്ചർമാർക്കും സാർമാർക്കൊക്കെ അറിയാം ഞങ്ങൾ ഇഷ്ടത്തിലാന്ന്, അങ്ങനെയൊക്കെ അറിയായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇവരിന് വേറെ കോളേജിലേക്ക് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് കരുതിയിട്ടാവാം. നമ്മള് സാറുമാരൊന്നും വരില്ലല്ലോ നമ്മള് എക്സാം ചെയ്താൽ പോകുമ്പോ. നമ്മൾ ഒറ്റയ്ക്ക് കുട്ടികൾ മാത്രമായിട്ടല്ലേ പോവുക. അപ്പൊ നമ്മൾ ഒരുമിച്ച് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ആവും വിചാരിച്ചിട്ടാവും. നമ്മളെ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. രണ്ട് ഇതിലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ എക്സാം എഴുതാൻ വേണ്ടി എന്റെ സ്കൂളിലേക്ക് പോകുമ്പോ ആള് രാവിലെ നേരത്തെ അവിടെ വന്ന് എന്നെ കണ്ടിട്ടാണ് വേറെ സ്കൂളിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവുക. അത്രയും സമയം റിസ്ക് എടുത്ത് എനിക്ക് വേണ്ടി സമയമൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ കെയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചെക്കന്മാരിൽ നമ്മൾ ഇഷ്ടപ്പെടുക. അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇഷ്ടമായത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും എന്താ പറയാ, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ +2 നമ്മൾ ഇഷ്ടാ പറഞ്ഞത് ബസ്സിൽ വെച്ചിട്ട് കേട്ടോ. അവിടെ അപ്പുറത്ത് നിൽക്കണ ബസ്സിൽ 2 ബസ് അടുത്തടുത്ത് നടന്നു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടോ ഐ ലവ് യു എന്ന് കാണിച്ചല്ലേ. എന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടാണെന്ന് ഇങ്ങനെ വായ കൊണ്ട് മെല്ലെ പതുക്കെ പറഞ്ഞോട്ടോ. കാരണം അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആൾക്ക് ഇഷ്ടമാന്ന് മനസ്സിലായപ്പോ ആ സമയത്ത് നിങ്ങളുടെ ഒരു സന്തോഷല്ലേ ഞാൻ കണ്ടു. അത് ബസ്സിൽ തുള്ളിച്ചാറതൊക്കെ ഞാൻ കണ്ടു. ഞാൻ എന്താ പറയാ എനിക്ക് അറിയില്ല. എന്താ ഇത്രയും ഒരു കൊല്ലം പിന്നെ നടന്നു ഇഷ്ടപ്പെട്ട് പറഞ്ഞപ്പോ പറഞ്ഞറിയിക്കാൻ വാക്കുകൾ ചെയ്യുന്നത്. നമുക്കത് എങ്ങനെ പറയാമെന്നോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എനിക്കും അറിയില്ല. എങ്ങനെയാന്ന് അത് സ്നേഹിച്ചൊക്കെ അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മള് അത് സിൻസിയറായിട്ട് സ്നേഹിക്കുമ്പോ ഒരു കൊല്ലം പിന്നെ നടന്ന ഒരു കുട്ടീനെ നമ്മള് ഇഷ്ടപ്പെട്ട് അവള് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മൊമെന്റ് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഒരാൾക്കും. എനിക്കെന്നല്ല, ഏത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഒരു വ്യക്തിക്ക് മറക്കാൻ പറ്റില്ല കാര്യം. അങ്ങനെയൊക്കെ ആയി ലാസ്റ്റ് ഇപ്പൊ ഇവിടെ ഇതുവരെ എത്തി. ഞങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടായ കഥകളാണ് ഏറ്റവും വലിയ പിന്നെ ഞങ്ങളുടെ കല്യാണം ആള് ഹിന്ദു ആയിരുന്നല്ലോ. ഹിന്ദു ആയിട്ട് പിന്നെ ഞാൻ മുസ്ലിം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ രണ്ടാളും മുസ്ലിമാണ് കേട്ടോ. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്റെ മതം സ്വീകരിച്ച് മുസ്ലിമായി വന്നൊരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷം ഉണ്ടായില്ല കേട്ടോ. കാരണം ഞാനൊരു ഹിന്ദു ആയിട്ട് വരണം അങ്ങനെയൊന്നും ഒരിക്കലും നിർബന്ധം പിടിച്ചിട്ടില്ല. കാരണം ഫാമിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾക്ക് ആരുമില്ല. അച്ഛന്റെ അച്ഛനും അച്ഛന്റെ അമ്മയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അവരാണ് നോക്കിയത്, വേറെ ആരും ഇല്ല. സംഭവിച്ച അച്ഛൻ മരണപ്പെട്ടു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് കഷ്ടത്തിലായിരുന്നു നമ്മള്. ഇപ്പൊ വിളിച്ചിറക്കി കൊണ്ടുവന്നാലും നോക്കാൻ ആളില്ല. വീട് സ്ഥലം അല്ലാണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, വീടുണ്ട്. ഞങ്ങള് കൂടുതൽ കുറച്ച് ആൾക്കാർ കാണല്ലോ. എന്തായാലും ഇപ്പൊ ഒരു കല്യാണം പറഞ്ഞപ്പോ കല്യാണം മാത്രമല്ലല്ലോ, അത് കഴിഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് മുന്നോട്ട് ജീവിതമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് പിന്നെ അത് ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് ഞാൻ അവളുടെ വാപ്പാനും ഉമ്മനും കണ്ടക്കുന്നത് എന്താ വെച്ചാൽ ഒരിക്കലും അവളുടെ അല്ല, അത് എന്റെ തന്നെയാണ്. എന്താ വെച്ചാൽ എനിക്ക് അതിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു അച്ഛനും എന്തോ അതായത് ഒരു വാപ്പയും എന്തോ നമുക്ക് അറിഞ്ഞിട്ടില്ല. എന്റെ അച്ഛനൊക്കെ 5ാം ക്ലാസ് പഠിക്കാൻ മരിച്ചു പോയതാ. അപ്പൊ എനിക്കിത് വലിയത് വിഷമം. എന്താ വെച്ചാൽ ഞാൻ കാരണം അവൾക്ക് കൂടി ആരും ഇല്ലാണ്ടാവും എന്നൊരു ചിന്തയ്ക്ക് വന്നപ്പോ എന്റെ അച്ഛനും അച്ഛൻ തന്നെ പറഞ്ഞിട്ടാ. എന്ന് വെച്ചാൽ നിനക്ക് കാര്യങ്ങൾ അവരും വയസ്സായ ആൾക്കാരല്ലേ. അപ്പൊ അവരെന്റെ നിങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും ഉണ്ടാവില്ല ഭൂമിയിൽ. അപ്പൊ നമുക്ക് തന്നെ അവളും വീട്ടുകാരും നമുക്ക് ഉണ്ടാവും. 10 പേര് രണ്ട് കൂടെ നിൽക്കുമ്പോണ്ട്. അപ്പൊ പിന്നെ എനിക്ക് അനിയുണ്ട്. അപ്പൊ അവരും പറഞ്ഞു. അപ്പൊ എനിക്കൊരു അനിയന്റെ അവന്റെ പേര് സുമേഷാണ്. അപ്പൊ അവൻ എന്ത് പറഞ്ഞത് നീ പോവാ നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് ആരും ഇല്ലാണ്ടാവിടെ. അപ്പൊ നമുക്കിപ്പോ ആരെങ്കിലും എല്ലാ മനുഷ്യന്മാരല്ലേ. അപ്പൊ അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ എന്റെ അനിയനെ പറഞ്ഞ വീട്ടിൽ ഭയങ്കര കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും ഒരിക്കലും എന്റെ മനസ്സിൽ ഒരിക്കലും ഇതേവരെയായിട്ട് നമ്മള് എന്റെ അനിയന്റെ പേര് മാറ്റി നിർത്തുക ഒന്നുമില്ല. ഇപ്പൊ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ അറിയാനായിട്ട് മുന്നേ പറയും, അവനെ വിളിക്കും ചെയ്യും. എന്താ വെച്ചാൽ അങ്ങനെയാണ് നമ്മള്
എന്നുവെച്ചാൽ അത് സ്നേഹമാണത്. അതിന്റെ മോളിക്ക് വേറെ ഒന്നുമില്ല. അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഇവരെന്നെ വിളിച്ച് ബലമായി കൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഇതില്ല. എന്നുവെച്ചാൽ എനിക്ക് എന്റെ മനസ്സിലൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ കാരണം കൊണ്ട് ഇവർക്ക് കാര്യം ഇടാൻ പാടില്ല. എന്നുവെച്ചാൽ നമ്മളത് ഇല്ലാണ്ട് കുറെ അനുഭവിച്ച ആൾക്കാരാ. അപ്പൊ അതേപോലെ ആവരുത് എന്ന ചിന്താഗതിയിലാണ് ഞാൻ നേരെ മാറി ഇവിടെ ഞാൻ മാറി ഇവിടേക്ക് പൊന്നാൻ അവിടെ പോയിരുന്നു. 2 മാസം കഴിഞ്ഞു, റിട്ടേൺ വന്നു, കല്യാണം കഴിഞ്ഞു. ഇപ്പൊ സന്തോഷം ജീവിക്കണം. ഇതിലിപ്പോ ഞാൻ പറഞ്ഞ ഇതിലിപ്പോ മാറിക്കൊണ്ട് ഇപ്പൊ എനിക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇത് വന്നിട്ടില്ല, ഇനി വരെ പോണില്ല. പിന്നെ നമ്മുടെ മാറിയില് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യം പ്രൂഫുകൾ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ കുറച്ച് മാറ്റാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷെ അപ്പോഴും എനിക്ക് വലിയ വിഷയം തോന്നിയിരുന്നില്ല. പിന്നെ എന്താ 10ാം ക്ലാസ്സിന്റെ മാത്രമേ നമുക്ക് ചെറിയ ഇഷ്ടമുള്ളൂ. ബാക്കി നമുക്ക് നമ്മൾ ഓൺലൈൻ കാലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം കഴിഞ്ഞു കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ പിന്നെ മക്കളുടെ ഭാവി എന്താ വെച്ചാൽ നമ്മളിപ്പോ എനിക്കിപ്പോ എന്റെ പഴയ പേരിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എന്റെ മക്കളുടെ വെച്ച് ആലോചിക്കുമ്പോൾ സ്കൂൾ ചേർത്തണം, അവര് ഭാവി ആലോചിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് നിൽക്കണമല്ലോ. നമ്മൾ മറ്റുള്ളവരെ പോലെ ഞാൻ ഹിന്ദു മറ്റുള്ള മുസ്ലിം ആയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. വെച്ചാൽ നമ്മുടെ മക്കളുടെ ഭാവി അവിടെ നശിച്ചു പോകും. അപ്പൊ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞത് ആ പേര് മാറ്റുന്നത് ഒന്നും പറ്റില്ല. പക്ഷെ എന്ന് വെച്ചാൽ നമുക്കിത് മാറ്റിയെടുക്കാണ്ടിരുന്ന എന്റെ മക്കളുടെ ഭാവി പോകുമ്പോൾ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് ഇതിൽ വേറെ ഒരു വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലുത് സ്നേഹിച്ച പിന്നെ സ്നേഹിച്ചവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഞങ്ങൾ അത്രയും സ്നേഹിച്ചിട്ടുണ്ട് ഇല്ലേ, നമുക്ക് നമ്മുടെ സ്നേഹം എല്ലാത്തിനും പോട്ടെ. 6 കൊല്ലം സ്നേഹിച്ച ഞങ്ങൾ കേട്ടു. ഈ 6 കൊല്ലത്തിനിടയിൽ ഒരു കൊല്ലം ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്ട് ഇല്ലാണ്ടിരുന്നുണ്ട്. ഒരു വിളിയോ അല്ലെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു വിളി പോലും ഇല്ല. എനിക്ക് കാണാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. എനിക്കടുത്ത് പണി പുറത്ത് ഒന്നുമില്ല. ഒരൊറ്റ കോള്, ഒരു കൊല്ലം കണ്ട് ഒരു കോള് വന്നു. ആ ഒരു കോളില് വീണ്ടും ആയ ഞങ്ങൾ എങ്ങനെയൊക്കെ. പിന്നെ അതിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങള് പറയാം. പക്ഷെ മൊത്തത്തിൽ പറയാതെ വീഡിയോ വലുതായി പോട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ചുരുക്കി പറയണത്. അതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറയാട്ടെ. എങ്ങനെയാണ് കല്യാണത്തേക്ക് വന്ന് ആ സിറ്റുവേഷൻ എല്ലാം നമ്മള് പറഞ്ഞുതരാം. അത് വേറൊരു ഒഴിവോടെ നമ്മൾ പറയാം. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മുടെ ലവ് മാരേജ് ആണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ട് ജാതിയല്ല മതമായിരുന്നു, 2 മതമായിരുന്നു. മുസ്ലിമും ഹിന്ദു ആയിരുന്നു. ആള് എനിക്ക് വേണ്ടിയിട്ട് എന്നെ കല്യാണം കഴിക്കുക, എന്നെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തത്. ഒരു മുസ്ലിമിക്ക് മാറുക, നമ്മൾ പൊന്നാനിയിൽ പോയി നിന്നിട്ട് 2 മാസം അവിടെ നിന്ന് നമ്മുടെ മുസ്ലിംസിൻ്റെതായ എല്ലാ കാര്യങ്ങളും പഠിച്ച്, പിന്നെ അതിന്റെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഒരു മുസ്ലിം ആവുമ്പോ അറിയാലോ, ഒരു പുരുഷൻ മുസ്ലിം ആവുമ്പം വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം ചെയ്ത് ഒരു അത്രയും ഇതായിട്ട് എന്നെ അത്രയും സ്നേഹമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഒരാൾക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ത്യാഗം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്കാലത്ത് അങ്ങനെ ആരും ചെയ്യൂല, 100-ൽ എത്രയോ പേരെ ചെയ്യുള്ളൂ അല്ലേ. ഇപ്പൊ 2 മതത്തിലാണെങ്കിലും അവർ ഇറങ്ങി പോവാണ്. അല്ലാണ്ട് പെണ്ണുങ്ങൾ ഇറങ്ങി പോവും ചെക്കന്മാരുടെ വീട്ടിലേക്ക്, അല്ലാണ്ട് ചെക്കന്മാര് പെണ്ണിന്റെ ഇതിലേക്ക് വരും. അങ്ങനെ വളരെ കുറച്ചുണ്ടാവും. ഈ കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് അങ്ങനത്തെ ഒരു സ്നേഹം കാണാൻ പറ്റുന്നില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ കൂട്ടുകാര് കുറെ പേര് ഞങ്ങളെ കുറച്ച് നമ്മളിപ്പോ പറയില്ല, നമ്മളിപ്പോ ഈ ഏജിൽ തന്നെ എന്തൊക്കെ കണ്ടുപോകുന്ന ആൾക്കാരാ. ഇപ്പൊ നമ്മുടെ തൊട്ട് ഇപ്പൊ ഈ വളർന്നു വരുന്ന ടീമുകളിൽ ഈ സ്നേഹം കാണാൻ പറ്റില്ല നമുക്ക്. എന്താ വെച്ചാൽ അവർക്ക് അറിയുന്നില്ല എന്താണ് പ്യൂർ സ്നേഹം എന്താണെന്നോ എന്ന കാര്യം ഒന്നും മനസ്സിലാവില്ല അവർക്ക് ഇപ്പോഴും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പ്രായത്തിൽ വരുന്ന ടീമുകളൊക്കെ ഇപ്പോഴും സിനിമ ചെക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിലും അങ്ങനെ എല്ലാത്ത ചെക്കന്മാരുണ്ട്, അങ്ങനത്തെ പെൺകുട്ടികൾ എല്ലാവരും ഉണ്ട്. അത് മനസ്സിലാക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. ഇപ്പൊ ചെറിയ കേസുകൾക്ക് മരിക്കുക, തൂങ്ങിച്ചാവുക, അതെന്താ വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണത്. ഏറ്റവും വലിയ അതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ സ്നേഹിച്ചു, ഒരു കൊല്ലം എന്തെങ്കിലും ഉണ്ടായിരുന്നു, എനിക്ക് ഒന്നും അറിയില്ല. ഇവിടെ എന്താ ചെയ്യണമെന്നോ ഇവിടെ കല്യാണം നോക്കി ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഒരു കൊല്ലം കേട്ട് ഞങ്ങൾ നേരിട്ട് ഒന്ന് വിളിക്കണത് കണ്ടിട്ടും കുറെ കൊല്ലങ്ങളായി. എന്നിട്ട് ഞങ്ങളത് ഇവിടെ എത്തി. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികള്. അവരുടെ പേര്, വലിയവന്റെ പേര് മുഹമ്മദ് ഇഹാൻ, രണ്ടാമത്തെ ആളുടെ പേര് മുഹമ്മദ് ഇഷാൻ ആണ്. പിന്നെ എന്റെ പേര് റൈഹാനത്ത്, പിന്നെ ആളുടെ പേര് ആദ്യത്തെ പേര് സുധീഷ് എന്നായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ വിളിക്കാനും ഇപ്പൊ സുധീഷ് എന്നുള്ള ഒരു പേരിലാണ് എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഇപ്പം വല്ല നമ്മള് ആദ്യം വേറെ പേരാ കണ്ടുപിടിച്ചിട്ടുണ്ട്, റിയാസോ അങ്ങനെ ആറൊക്കെ വെച്ചിട്ട് അല്ലെ, അങ്ങനെയുള്ള പേരൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചത്. നമ്മൾ പൊന്നാനി പോയി കഴിഞ്ഞാൽ പേര് മാറ്റണല്ലോ. അപ്പൊ അങ്ങനെയുള്ള പേര് വെച്ചാൽ ഇങ്ങനെ ആരും വിളിക്കില്ല. അതായത് ആദ്യത്തെ അറിയുന്നവര് ആദ്യത്തെ പേരഞ്ഞ് വിളിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് സുധീഷ് എന്നുള്ളതിനെ ഒന്ന് സെറ്റാക്കിയിട്ട് സുധീർ എന്നാക്കി. അതാകുമ്പോൾ നമ്മള് പേര് വലിയ കുഴപ്പമില്ലല്ലോ, സുധീർ എന്നാക്കി. അതാകുമ്പോ സുധീർ എന്നെങ്കിലും
നമുക്ക് വിളിക്കുമ്പോ നമുക്ക് നമ്മളെയാണ് വിളിക്കണമെന്ന് തോന്നണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പേര് നമുക്ക് ആ പേര് വിളിക്കുമ്പോ നമ്മളെല്ലാം അതാണേ, ഇതാകുമ്പോ കുഴപ്പമില്ല. അതാകുമ്പോ സ്തുതി മിക്കവാറും പേര് സ്തുതി എന്നൊക്കെ തന്നെ വിളിക്കട്ടോ, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. പിന്നെ എന്താ പറയാ, പിന്നെ എന്റെ വർക്ക് പറഞ്ഞാൽ എനിക്ക് വെൽഡിംഗ് വർക്കാണ്. വെൽഡിംഗ് വർക്ക് ഉണ്ട്, വണ്ടികളുടെ വർക്ക് ഉണ്ട്. ഞാൻ പുതിയതായിട്ട് വരുന്ന പിക്കപ്പ്, ഏഷ്യർ അങ്ങനത്തെ വണ്ടികളൊക്കെ ഞാൻ മൊത്തം എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ പോകുന്നു. ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കുട്ടി ഇങ്ങനെ പോകും, വീണ്ടും പോകും. പിന്നെ വീട് ഇപ്പോ ഞങ്ങൾ താമസിക്കുന്ന വീട് വാടക വീടാണ്. കുറച്ച് ആൾക്കുണ്ട്, സ്വന്തം വീടുണ്ടായിരുന്നു. വീട് അവൻ മേടിച്ചു. വീട് അനിയൻ മേടിച്ചു. ആദ്യം എന്റെ വീടിലൊക്കെ കാണാൻ ചെറിയ വീട്, അതാണ് ഞങ്ങളുടെ വീട്. അപ്പൊ അത് അവൻ മേടിച്ചിട്ട് ഞങ്ങള് അവിടുന്ന് മാറി. അപ്പൊ ഞങ്ങള് ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇനി എല്ലാം നമുക്കറിയാലോ, ഒരു വീടൊക്കെ അതാണല്ലോ ആരുടെയും എല്ലാവരും ഒരു മനുഷ്യന്റെ സ്വപ്നം തന്നെ വലിയ വീടാണ്. എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇനിയിപ്പോ ഞാൻ തന്നെ വർക്ക് ചെയ്യണം. കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ആ കടമ്പ താണ്ട ഞങ്ങൾക്ക് കുറച്ച് സമയം പോരാ, വലിയ സമയം ഞങ്ങൾക്ക് വേണം. പക്ഷെ എത്തിപ്പെടും ഞങ്ങളില്ലേ, ഞങ്ങൾക്ക് ആ വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ. പിന്നെ ഞങ്ങൾ മുന്നോട്ട് തന്നെ, പിന്നോട്ട് പറഞ്ഞാൽ നമുക്കൊരു ചിന്ത നമുക്കില്ല. എന്ത് കാര്യമായാലും മുന്നോട്ട്, അത്രയും. പിന്നെ ആള് സ്വഭാവം ഭയങ്കര പാവാണ് കേട്ടോ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് കാണും കുറച്ച് ഗൗരവമുള്ള, അങ്ങനെയൊന്നും അറിയില്ല. എന്താ നിഷ്കളങ്കമായ ഒരു സ്വഭാവം പറയും. ഞാൻ എന്റെ ഭർത്താവായിട്ട് പുകഴ്ത്തി പറയുന്നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. എന്തും തുറന്നു പറയുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ. ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം. ഇപ്പൊ ദേഷ്യമാണെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടും, പിന്നെ ഒരു 5 സെക്കൻഡ് പോലും ഉണ്ടാവില്ല, അത് കഴിഞ്ഞാൽ ദേഷ്യം മാറും. അങ്ങനത്തെ ഒരു സ്വഭാവമാട്ടോ. ദേഷ്യം വന്നാൽ എന്താ പറയാന്ന് അറിയില്ല. ദേഷ്യം വന്നാൽ മുഖമൊക്കെ അവിടെ ആകെ മാറിയിട്ട് അസുരന്റെ ഒരു മുഖം പോലെ ആവും. അങ്ങനെ ഒരു ടൈപ്പാ. ദേഷ്യപ്പെടാനൊക്കെ അറിയില്ല. ഞാൻ അങ്ങനെയാണ്, ഞാൻ നാച്ചുറൽ ആണ്. നമുക്ക് ഒളിച്ച് ഒളിപ്പിക്കൊന്നുമില്ല. എന്റെ ഉള്ളിൽ ഒരാളെ പറ്റി ഒരു കുറ്റം വരെ ദേഷ്യം പറയുന്ന കാര്യം നമുക്കൊന്നും ഒളിച്ചില്ല. അതായത് എനിക്ക് എന്തെങ്കിലും കാര്യം നമ്മള് മൊത്തക്ക് പറയും. അത് ആരാണേലും അറിയാലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോ ദേഷ്യമുള്ള പോലെ തോന്നിയിരിക്കും. ഇവള് പറയും, ഞാൻ പറയും ഞാൻ ദേഷ്യപ്പെടില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയും. എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ പുറത്ത് കൂടും. കാരണം നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ കേസിന് ദേഷ്യപ്പെടുന്ന, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത്, പക്ഷെ ആള് ദേഷ്യപ്പെടില്ല, നമുക്ക് അങ്ങനെ തോന്നൂലേ. അതാണ് പ്രശ്നം. ഇപ്പൊ നിങ്ങൾ എപ്പോഴും അറിയാം, ഞാൻ എന്താ നല്ല ബോധ്യമുണ്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് വീഡിയോയിൽ പറയാം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം, ഒരു വർക്ക് ഉണ്ട്, ഞാൻ അതിനോട് ശക്തമായി പിടിച്ച് വലിച്ചൂടി എത്തിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ എന്താ സംഭവിച്ചാൽ മെയിനായിട്ട് ഇങ്ങനത്തെ വീട്ടിൽ സംസാരിച്ച് ശീലില്ല. അതാണ് അഭിനയിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് നോക്കിയറിയാം. ഈ അവൾ തന്നെയാണ് ഒറ്റയ്ക്ക് അഭിനയിച്ച് ഒറ്റയ്ക്ക്. എന്താ വെച്ചാൽ ആണുങ്ങളുടെ വിഷമം തന്നെ എനിക്ക് ചെയ്യാൻ അറിയില്ല. അതായത് നമുക്ക് ഞാൻ വിളിക്കാറുണ്ട് കേട്ടോ. ഈ എല്ലാരും എന്റെ അടുത്ത് പറയും, ഒരു ആണിന്റെ റോളൊക്കെ ഒരു ഭർത്താവിനെ ചെയ്യിച്ചൂടെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ ഒന്നാമത് ഒഴിവില്ല, പിന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ കുറച്ച് പാടാണ്. ആള് രാവിലെ നേരത്തെ 7 മണിക്ക് 8 മണിക്കൊക്കെ പണിക്ക് പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇതുപോലെ 7, 7:30, 8 മണിയാവും തിരിച്ചു വരുമ്പോ. ആ സമയത്ത് പിന്നെ വന്നു കഴിഞ്ഞാൽ അറിയാലോ, വെയിലും കാരണം വേറൊന്നുമില്ല, ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ടാണ്. എന്താ വെച്ചാൽ ഈ വണ്ടികൾ നമുക്ക് തന്നെ വണ്ടിക്കാര് അവര് ഇതുപോലെ മനുഷ്യന്മാര് അടവും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി കൊണ്ടിട്ടായിരുന്നു. അപ്പൊ അവർക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കുക എന്നൊരു ദൗത്യം നമുക്കുണ്ട്. പിന്നെന്താ, നമുക്ക് ഈ വലിയ വലിയ വണ്ടികൾ വന്നിട്ട് ഇട്ടുമ്പോ അവർക്ക് ഒരു മാസമൊക്കെ വണ്ടി നമുക്ക് ഇട്ടുതരാൻ പറ്റില്ല. നമ്മളത് പുറമേല് ചെയ്യാൻ കാര്യം. ഇപ്പൊ അവരെന്ന് പറയും, ഇപ്പൊ 10 ദിവസമാണ് ഒരു വണ്ടി പണി ടൈം പറയുന്നത്. ഞങ്ങൾ 5 ദിവസത്തെ പണിയാണ്, രാവും പകലും ഞങ്ങൾ പണി. എന്താ വെച്ചാൽ അവരുടെ കഷ്ടപ്പെട്ടുകൊണ്ടിട്ടാണ്. നമ്മൾ എല്ലാവരും മനുഷ്യന്മാരല്ലേ. അപ്പൊ അവർക്ക് ആ വണ്ടി ഒരു 5 ദിവസം മുന്നേ നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ 5 ദിവസം മുന്നേ അവർക്ക് ഓടാൻ പറ്റും. ഞാൻ അങ്ങനെ ആയിരിക്കുന്ന ഒരാളാണ്. ഞാനിത് എന്റെ ഓണറും അങ്ങനെ തന്നെ. നമ്മളെപ്പോഴും മുന്നേ എല്ലാം നേരത്തെ കൊടുക്കുക. ഞങ്ങൾക്ക് അത്ര ഉള്ള ആഗ്രഹം. നേരത്തെ കൊടുക്കുകയും ചെയ്യും, അതിൻ്റെതായ വൃത്തി നമ്മൾ ചെയ്യില്ല. നമുക്ക് അതിന് വലിയ വർക്കിലൊക്കെ 100% ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. അതിലും നമുക്ക് അത് കോംപ്രമൈസ് ഇല്ല. അതാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാധനം. എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റില്ല, അറിയൂല. ഇവള് പറഞ്ഞ പോലെ ചിരിക്കാനോ അങ്ങനെ അഭിനയിക്കാൻ അറിയില്ല, ബുദ്ധിമുട്ടിക്കാറില്ല. ചിലപ്പോ ചെറിയ ഷോർട്സിലൊക്കെ അതാകുമ്പോ കുറച്ചല്ലേ ഉള്ളൂ. ഷോർട്സ് ഒക്കെ ഇപ്പോഴാണ് ചെയ്തു തുടങ്ങിയത്. പറഞ്ഞൊന്നും അറിയില്ല, അതുകൊണ്ടാട്ടോ ഞാൻ അല്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ സംസാരിക്കല്ലേ വേണ്ടുള്ളൂ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിരുത്തിയതാണ്. ഇതിലിപ്പോ നമ്മളൊരു കളങ്കം പറയോ ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ള. ഇതിപ്പോ നമ്മളൊരു അഭിനയിക്കണ്ടല്ലോ. കുറച്ച് ആൾക്കാരോട് നമ്മൾ നമ്മുടെ കാര്യം പറയണോ, പറയുമ്പോ നമുക്ക് സന്തോഷം. എന്താ വെച്ചാൽ കുറെ ആയി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടണം വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഇടാന്ന് വിചാരിച്ചു. എത്രയും പറയാനായിട്ട് മാസങ്ങളായി. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ വീടിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. വീടിന്റെ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവര് പോയി കാണുക. പിന്നെ ഇത്രയൊക്കെ ഉള്ള അപ്പൊ പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ വരാം. ഇതിന്റെ ഒരു പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇടാം. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് വലുതായിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം സംസാരിച്ചപ്പോ കുറെ ലോങ് ആയി പോയി. അപ്പൊ നമുക്ക്
അപ്പൊ അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ തന്നെ കേട്ടോ. അത് കാര്യം എന്നെ മനസ്സിലാക്കാനും എന്റെ കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് അറിയാലോ, അമ്മ അച്ഛനില്ല. എന്റെ ഒരു അച്ഛനമ്മയെന്ന് എനിക്ക് പറഞ്ഞത് എന്റെ എല്ലാ കാര്യം നിയന്ത്രണം കൊണ്ടുവരാനും എന്നെ ഇത്രയൊക്കെ എത്തിക്കാൻ. ഈ ഞങ്ങൾക്ക് വലിയ വയസ്സൊന്നായിട്ടില്ല. ഞങ്ങൾക്ക് കണ്ടത് 25 ഒരേ വയസ്സായി. എനിക്ക് 24, 25 ആവണുള്ളൂ. എനിക്ക് 20 വയസ്സായിട്ടുള്ളൂ. ഈ പ്രായത്തിൽ ഞങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പിടിച്ച് ജീവിക്കുന്നത് ഞങ്ങള് അതിന് കാരണമുള്ള എന്താ വെച്ചാൽ എന്നെ മനസ്സിലാക്കി എന്റെ ഒപ്പം ഇത്രയും പോലെ ഞങ്ങൾ 5 പോലെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. കാരണം അടിപൊളിയായിട്ട് എല്ലാ കാര്യം പോണത്. ഇപ്പൊ എന്ത് കാര്യങ്ങളായാലും ഇപ്പോ നമ്മള് എന്താ പറയാ, പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ലോ. അതായത് എല്ലാ വിഷയത്തിലും ഇപ്പൊ വീട്ടിലായാലും കുട്ടികളുടെ കാര്യത്തിലായാലും എന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അവൾ ഈ വീഡിയോ എടുക്കേണ്ട ഇടയിൽ കൂടെ അതും കൂടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് വലിയൊരു കാര്യമാണ്. എന്താ വെച്ചാൽ കുറെ പേർക്ക് അത് ചെയ്യാൻ പോലും സമയം കിട്ടാത്ത ആൾക്കാരാ. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഓവർ കെയറിങ് ആണ്. എന്റെ മക്കൾക്കായാലും എനിക്കായാലും എന്തിനായാലും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഭാഗത്തുനിന്ന് യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ പോലത്തെ ഒരാളെ കിട്ടിയാൽ ഞാൻ ഭാഗ്യം ചെയ്യണം, അത് വേറൊരു കാര്യം. ഇത്രയും കഷ്ടപ്പാട് ഇതിന്റെ കൂടെ നിൽക്കണില്ലേ, ആരും ഇല്ല ഞങ്ങൾക്ക്. അതിനിടയിൽ എന്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് എന്റെ കൂടെ ആരും ഇല്ലാന്നൊരു വിഷമം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ വാപ്പിയും ഉണ്ട്, എനിക്ക് അവരൊക്കെ എന്റെ ലോകം. അല്ലാണ്ട് അതിന്റെ പുറത്ത് നമുക്ക് വേറെ ലോകങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങനത്തെ ആയി പോയി. പിന്നെ ഇവിടെ കിട്ടിയതിന്റെ വലിയൊരു ഭാഗ്യം അല്ലേ. അതിനാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ലവ് തുടങ്ങിയിട്ട് അതിന്റെ ഇടയിൽ ഉണ്ടായ കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ കല്യാണം വരെ എത്തിയത്, അതൊക്കെ ഞാന് വേറൊരു വീഡിയോയിൽ പറയാം. അതിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കുടുംബത്തില് പൊന്നോ വേണ്ട വീട് കൈയെടുക്ക്. കുടുംബത്തില് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പറയാം. അപ്പൊ അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം. കുറച്ച് ഷോർട്ടായിട്ട് പറയാം, ഇതുപോലെ ലോങ് ആക്കണില്ല. അതിന് എനിക്ക് കൂടി സമയം കിട്ടണം. ഇനിയിപ്പോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി 1 മാസത്തോളായി. ഇപ്പോഴാണ് ഗ്യാപ്പ് കിട്ടുന്നത്. ഇപ്പൊ അടുത്ത വീഡിയോ എപ്പോ വരുന്നൊന്നും പറയാൻ പറ്റില്ല. സമയം കിട്ടിയാൽ അപ്പെടും. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു രസമല്ലേ, എല്ലാവരും അറിയണം. എല്ലാവരും അറിയണം, അത്രേ ഉള്ളൂ. അപ്പൊ ശരി കേട്ടോ. ബൈ.